സമയം വളരെ കുറവാണെന്ന് പല സമയത്ത് നമുക്ക് തോന്നിയിട്ടുണ്ടാവും. ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും നടന്നില്ല, അല്ലെങ്കിൽ സമയം ഒരു ദിവസം മതിയാവുന്നില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ ചിന്തകൾ പോവാം. അപ്പോൾ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട, വളരെ അതിനുള്ളൊരു പരിഹാരമായിട്ട് നാം കാണേണ്ട വളരെ നല്ല ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ ദിവസവും നാളെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഇന്ന് പ്രീ പ്ലാൻ ചെയ്യണം. അത് ടു ഡു ലിസ്റ്റ് ആക്കിയിട്ട് നമ്മൾ എഴുതി വെക്കണം. നമ്മൾ ഇന്ന് ഒരുപാട് അവസരങ്ങൾ ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ പേന ഉപയോഗിച്ച് നമ്മൾ എഴുതി വെക്കാം, എന്നിട്ട് അത് പോക്കറ്റിൽ സൂക്ഷിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ളത് പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റിൽ ടു ഡു ലിസ്റ്റ് എന്നുള്ള ഒരു ടെംപ്ലേറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ആ ടെംപ്ലേറ്റ് എടുത്തുകൊണ്ട് നമ്മൾ നാളെ ചെയ്യേണ്ട 10 കാര്യങ്ങൾ അല്ലെങ്കിൽ 15 കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തു വെക്കുന്നു. അതിനുശേഷം ഓരോന്നും കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ അതിൽ ടിക്ക് ഇടുന്നു, ഇത് കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ എന്തുകൊണ്ട് കംപ്ലീറ്റ് ആയില്ല എന്നുള്ള റീസൺ എഴുതി വെക്കുന്നു. അപ്പോൾ നാളെ നമ്മൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് നാളെ വൈകുന്നേരം ആവുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാതിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു ഇവാലുവേഷൻ നടത്താൻ കഴിയും. അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ അധികരിപ്പിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, ലോകത്തിൽ സക്സസ് ആയിട്ടുള്ള എല്ലാ ആളുകളും, ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഒരു ദിവസത്തിൽ 24 മണിക്കൂർ തന്നെയാണ് ലഭിക്കുന്നത്. അവരവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സക്സസ് ആയ എല്ലാ ആളുകളും അവർ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർ നാളെ ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ പ്രീ പ്ലാൻ ചെയ്യുന്നു, അത് കറക്റ്റായിട്ട് നടന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുന്നു. നമ്മളെക്കാൾ ആർക്കും സമയം ലഭിക്കുന്നില്ല. അതുകൊണ്ട് നമുക്കും അവരെ പോലെ വിജയിക്കാൻ സാധിക്കും. അതിനെ പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ആലോചിക്കും, ദൈവമേ ഇന്ന് ഇത്രയും കാര്യങ്ങൾ, ഇന്ന് അത് ഞാൻ ചെയ്തില്ലല്ലോ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എല്ലാവരും ടു ഡു ലിസ്റ്റ് ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.